ഈ ചരക്ക് കപ്പൽ മാത്രമല്ലല്ലോ, ആഡംബര യാത്രാ കപ്പലുകൾ അടക്കം വരില്ലേ? അപ്പോൾ ടൂറിസത്തിനും അതനുസരിച്ചൊരു മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവില്ലേ? മൂത്തി അങ്ങനെ തന്നെയാണ്. സർവ്വ മേഖലയിലും സമൂലമായ മാറ്റം എന്ന് നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തെ വിശേഷിപ്പിക്കാം. കാരണം അത് ഈ ടൂറിസം മേഖലയിലോ വാണിജ്യ മേഖലയിലോ അല്ലെങ്കിൽ ചരക്ക് ഗതാഗത മേഖലയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു മേഖലയുടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ വിഴിഞ്ഞത്തോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും അടുത്ത തമിഴ്നാട്ടിലെ സ്ഥലം എന്ന് പറയുന്നത് കന്യാകുമാരിയോട് അടുത്ത് അങ്ങ് കിടക്കുന്ന കളിയിക്കാവിളയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ സ്ഥലത്തിൻ്റെ വില കൂടി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മാത്രമല്ല അവിടെയൊക്കെ വന്ന് വൻകിട കമ്പനികൾ വലിയ തോതിൽ സ്ഥലം വാങ്ങുന്നു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ ലോജിസ്റ്റിക് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ഈ വരുന്ന കണ്ടെയ്നറുകൾ ഇറക്കി വെക്കാൻ പരുവത്തിനുള്ള സ്ഥലങ്ങൾ ഇവിടെ ക്രമീകരിക്കേണ്ടതുണ്ട്. അതിനായുള്ള സ്ഥലങ്ങൾ പലയിടങ്ങളിലായി ഉണ്ടാകും. നമുക്ക് കപ്പൽ വഴിയായിരിക്കും കൂടുതലും ഈ ഗതാഗതം, ചരക്ക് ഗതാഗതം നടക്കുക എങ്കിൽ കൂടി റോഡ് മാർഗവും അതോടൊപ്പം തന്നെ റെയിൽവേ മാർഗവും ഒക്കെ നടക്കും. അതിനൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഇനി ഒരുങ്ങേണ്ടതുണ്ട്. അതിനുള്ള പദ്ധതിയൊക്കെ ആദ്യഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. ഇനിയും ഒരുപക്ഷെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റെയിൽ ഗതാഗതം അടക്കം സാധ്യമാക്കുന്നതിന് കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടുന്നതിനുള്ള അവസരം ഉണ്ടാകും. മാത്രമല്ല നമുക്ക് പണമായി നമ്മുടെ കയ്യിലേക്ക് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമാകൂ, അല്ലെങ്കിൽ നമുക്ക് ഗുണമാകൂ, സാധാരണക്കാരന് ഗുണമാകൂ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ വരുമാനത്തിൽ വലിയ തോതിൽ നേട്ടമുണ്ടാക്കുന്ന വിഷയമാണ്. അങ്ങനെ വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടം നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനുമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു അഭിവൃദ്ധിയുണ്ട്. അത് ഈ നാട്ടിൽ കിടക്കുന്ന ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ആളെ തൊട്ട് ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ആളുകളെ വരെ ഒരുപോലെ ബാധിക്കുന്ന വികസന പ്രവർത്തനങ്ങളും സാമ്പത്തിക മുന്നേറ്റവും എല്ലാം ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ നാട് വളരെ പട്ടിണിയിലായി. ഇപ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റാത്തത്. അത് ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ സാമ്പത്തിക സംവിധാനം ഉയരേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഉയരുമ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരനെയും അവർക്കും ഗുണകരമായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അടുത്തിടെയായി നമ്മൾ അമൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, സ്ഥലത്തിന്റെ വില വർധനവിനെ കുറിച്ച്. കളിയിക്കാവിളയ്ക്കും അപ്പുറത്ത് കന്യാകുമാരി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോലും സ്ഥലത്തിന് വില വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ പറയട്ടെ. ഈ ലോജിസ്റ്റിക് എന്ന് പറയുന്ന പഠന ശാഖയ്ക്ക് കുറച്ചു കാലമായി വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ പല കുട്ടികളും പല നാടുകളിൽ പോയി ലോജിസ്റ്റിക്സിൽ ഡിഗ്രിയും ഡിപ്ലോമയും എടുത്ത് തിരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഒരു ജോലി സാധ്യത തുറക്കുന്നു എന്നത് തന്നെയാണ്.